ജീവാംശം ആരോഗ്യവിധിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രോങ്കൈറ്റിസിസ്, സാധാരണ ഉണ്ടാകുന്ന ചുമ, അത് എങ്ങനെയാണ്, എവിടെയാണ് ഉണ്ടാകുന്നത്, അത് എങ്ങനെയാണ് അതിൻ്റെ പരിഹാരം. നമ്മളെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഒരു നീണ്ട ഒരു സബ്ജക്റ്റാണ് ഈ ബ്രോങ്കൈറ്റിയാസിസ്. ഇന്ന് നമ്മളെ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എയർ പൊല്യൂഷൻസ്. ഈ പ്രധാനപ്പെട്ട കാരണം എയർ പൊല്യൂഷൻസ്. ഈ എയർ പൊല്യൂഷൻ വഴി വാട്ടർ ബോൺ ഡിസീസും എയർ ബോൺ ഡിസീസാണ് പ്രധാനമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ നമ്മുടെ എയറിൽ കൂടി വരുന്ന അണുബാധകൾ, ബാക്ടീരിയകൾ, ട്യൂബർക്യുലോസിസ്, TB ആകാം. അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മളുടെ ലങ്സിലേക്ക് വന്ന് ശ്വാസകോശത്തിൽ കിടന്ന് നമ്മൾ അവിടെ നിന്ന് ഈ അണുക്കൾ നമ്മുടെ ബ്രോങ്കിയോൾസിലെ വന്നിട്ട് അതിന് കഫം ഉണ്ടാക്കി അത് പുറത്തേക്ക് നമ്മൾ ചുമച്ച് തുപ്പുമ്പോൾ കഫം മഞ്ഞക്കളറിലുള്ള കഫങ്ങൾ വരും. അത്തരത്തിലുള്ള കഫത്തിൽ ധാരാളം ഈ അണുബാധകളുണ്ടാകും. അത് ആകാശത്തിലേക്ക് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അത് എയറിലേക്ക് അത് വ്യാപിക്കും. അത് നമ്മൾ സാധാരണ ആരോഗ്യമുള്ള വ്യക്തിയാലും ശരി, അത് ശ്വസിക്കുമ്പോൾ നമുക്കും ആ ബാധ്യത ഉണ്ടായിട്ട് നമ്മുടെ ലങ്സിലേക്ക് വന്നിട്ട് ട്യൂബർക്യുലോസിസ്, TB ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിക്കാം. കൂടാതെ നമുക്ക് സാധാരണയായിട്ട് ഒരു പനി വരുമ്പോൾ ആഫ്റ്റർ എഫക്റ്റായിട്ട് ചുമ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലങ്സ് എന്ന് പറഞ്ഞ സംഗതി അനവധി എയർ ഹോളുകളാണ്. അതിൻ്റെ അകത്ത് ലങ്സിൻ്റെ ഉള്ളിലേക്ക് ഇത് കടന്നു വന്നിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് കഫമുണ്ടായി. ആ കഫമാണ് നമ്മൾ ചുമയ്ക്കാനുള്ള ഇറിറ്റൻ്റായിട്ട് വരുമ്പോൾ ചുമച്ച് കഫം പുറത്തേക്ക് നമ്മൾ വിസർജിച്ച് കളയും. പ്രധാനമായിട്ട് ബാക്ടീരിയകളുണ്ടാകാം. പിന്നെ ഇവിടെ ബാക്ടീരിയ ഉണ്ടാകാം, വൈറസ് വഴിയും ഉണ്ടാകാം. ഇത് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ലങ്സ് അവിയോളയിൽ മുഴുവനും കടന്ന് അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ എപ്പോഴും ചുമച്ച് അത് നമുക്ക് ആസ്മ പോലത്തെ രീതിയിലുള്ള ചുമ വരികയും നമ്മൾ വിസർജിക്കുന്ന സ്പ്യൂട്ടം, കഫം, അതിന് കളറ് പലതുമായി വരാം. മഞ്ഞ കളർ വരാം. അവസാനം അത് രക്തം കലർന്ന കഫത്തോടുകൂടി അത്തരത്തിലുള്ള കഫവും പുറത്തേക്ക് പോകുന്നു. അത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അങ്ങനെ വന്നാൽ അത് പ്രധാനമായിട്ടും അത്തരം ഉണ്ടാകുന്ന കഫങ്ങളെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ അവസ്ഥാവിശേഷതയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ലാബുകളിലും നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ അത് ബാക്ടീരിയ ആണോ അതോ വൈറസ് ആണോ, അത് ഏതെല്ലാം തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കേണ്ട അവസരം നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ അത് ആ സമയത്താണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ സംഭവം അപകടകാരിയാണെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു നിലവാരത്തേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. കോമണായിട്ട് നമ്മൾ കാണുന്നുണ്ട് ചുമ. രാത്രി കിടക്കുമ്പോൾ ശക്തമായ ചുമയ്ക്ക് നമ്മുടെ ഈ അൽവിയോളയിലേക്ക് വരുന്ന ആ ഇറിറ്റേഷൻ, ആ ബാക്ടീരിയ അങ്ങ് പെട്ടെന്ന് പിടിക്കുമ്പോഴാണ് നമുക്ക് ചുമ കുത്തിയുള്ള ചുമയും അതോടൊപ്പം തന്നെ കഫം ഉണ്ടാകുകയും അവസാനം നമ്മൾ ചുമച്ച് ഛർദ്ദിക്കുന്ന സ്റ്റേജിലേക്ക് വരികയും ശ്വാസം മുട്ടലുണ്ടാകുകയും അവസാനം നമ്മൾ ഒരു വല്ലാത്തൊരു വീസിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ അത് വല്ലാത്തൊരു അവസ്ഥാവിശേഷത്തിലേക്ക് മാറും. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു തരം ബ്രോങ്കൈറ്റിസാണ്. അത് നമ്മൾ വിശാലമായിട്ട് പറയുകയാണെങ്കിൽ മണിക്കൂറെടുത്ത് സംസാരിച്ചാൽ പോലും അത് തീരെയില്ല. അതിന് ഓരോരോ ഘടകങ്ങളുണ്ട്. അത് ഏതെല്ലാം വിധത്തിലാണ്, അതിന് നമ്മൾ എന്തൊക്കെയാണ് ഭക്ഷണം, അത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണ രീതികളുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അത് നല്ല ആഹാരങ്ങൾ മാത്രമേ കഴിക്കാവൂ. അതുപോലെ നമ്മൾ കഫ് സിറപ്പുകൾ കഴിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. കൂടുതലും കഫ് സിറപ്പുകളും നമുക്ക് ഉണ്ട്. ധാരാളം മാർക്കറ്റുകളിൽ ഇത്തരത്തിലുള്ള കഫ് സിറപ്പുകൾ അവൈലബിളാണ്. അതിൽ കൂടുതലായിട്ടും കോർട്ടിസോൺ ചേർന്നിട്ടുള്ള കഫ് സിറപ്പാണ്. അത്തരത്തിലുള്ള കഫ് സിറപ്പുകൾ പിൽക്കാലം ക്രമേണ അത് ദോഷത്തിലേക്ക് വ്യാപിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് പ്രഭാതത്തിൽ നമ്മൾ കുളിക്കുമ്പോഴും നമ്മൾ എപ്പോഴും അതുപോലെ തന്നെ നടക്കുന്നതിന് ദോഷമില്ല എങ്കിൽ തന്നെയും
ശുദ്ധമായ ഓക്സിജൻ കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ നടക്കാവൂ. അങ്ങനെ നടക്കുമ്പോൾ മാത്രമേ എക്സസൈസായിട്ട് നടക്കുകയും അപ്പോൾ കഫം ഉണ്ടെങ്കിൽ അത് പോവുകയും ലങ്സിന് ഒരു യഥാർത്ഥത്തിലൊരു ശക്തമായ ഓക്സിജേഷൻ വന്നിട്ട് ഓക്സിജൻ കിടന്നിട്ട് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു സങ്കീർണമായ ഒരു അവസ്ഥാവിശേഷം വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തരം ബ്രോങ്കൈറ്റിസുകളെ അവഗണിക്കാൻ പാടില്ല. അത് ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് നമ്മൾ ശാസ്ത്രീയമായിട്ടും ലാബുകളിൽ പരിശോധിക്കാനും അതുപോലെ നല്ലൊരു ഡോക്ടറുടെ സേവനം നമുക്ക് അത്തരത്തിലുള്ള സമയത്ത് ഉണ്ടാകും. അത്തരത്തിലുള്ള ഡോക്ടേഴ്സിനെ കാണേണ്ട ആവശ്യമുണ്ട്. ബ്രോങ്കൈറ്റിസ് ഒരു കോമണായിട്ട് പിന്നെ നമ്മൾ സാധാരണ കണ്ടുവരുന്നൊരു അസ്വസ്ഥതയാണ്. അത് മറ്റുള്ളവർക്ക് അത് സ്പ്രെഡ് ചെയ്ത് പകരുന്നൊരു രോഗം കൂടി തന്നെയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ട്യൂബർക്കുലോസിസ് വരെ അതുപോലെ സാധാരണ ബ്രോങ്കൈറ്റിസ് വന്നുമ്പോൾ ഈ ഇൻഫ്ലമേഷൻ കൊണ്ടും അതുപോലെ തന്നെ ഉണ്ടാകുന്നത് വൈറസ് കൊണ്ടും ബാക്ടീരിയ കൊണ്ടും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ബ്രോങ്കൈറ്റിസ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം.